സ്വതന്ത്രരായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ചോർന്നിരിക്കുന്ന വോട്ടുകൾ. അടൂർ പ്രകാശ് വേറൊരു കാര്യം കൂടി പറഞ്ഞു. UDF-ന്റെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഒരു ചർച്ചയ്ക്ക് സ്കോപ്പ് ഇപ്പോഴും ഉണ്ട് UDF-ന്. ഉണ്ട്. അത് തള്ളുന്നില്ല. അതായത് വാതിൽ അടച്ചിട്ടില്ലല്ലോ, വാതിലുണ്ട്, വാതിൽ തുറന്നു കിടക്കുവാണ്. ഇപ്പോൾ നിലവിൽ വാതിലുകൾ തുറന്നു കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. PV അൻവറിന്റെ UDF പ്രവേശം ഉണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അടൂർ പ്രകാശിന്റെ വാക്കുകളിൽ നിന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാക്കുകളിൽ നിന്നും VD സതീശൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. VD സതീശൻ ഏത് നിമിഷവും പ്രതികരിക്കും. VD സതീശന്റെ പ്രതികരണമാണ് നമുക്കിനി PV അൻവറിന്റെ UDF പ്രവേശം സാധ്യമോ. 7534 വോട്ടിന്റെ ലീഡ് ആര്യാടൻ ഷൗക്കത്ത്. 8086 ആര്യാടൻ ഷൗക്കത്ത് കുതിച്ചുകൊണ്ടിരിക്കുന്ന ആറാട്ടുകയാണ്. അതെ 8086 വോട്ട്. 8086 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് ഇതാ UDF-ന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. 1000 ലീഡ് വരുത്താൻ ദൂരമില്ല. 1000 അടിക്കും. എന്തായാലും 1000-ലേക്ക് എത്തുന്നത്. 8136 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിൽ. 1000-ലേക്ക് ഇനി വലിയ ദൂരമില്ല. 10,000 ലീഡ് നില അതിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിലനിർത്തി കഴിഞ്ഞാൽ അത് വലിയ വിജയം തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചും PV അൻവറിനെ സംബന്ധിച്ചും. കാരണം PV അൻവർ അവിടെ പിടിച്ചത് 12,000-ലധികം വോട്ടുകളാണ്. LDF-ന്റെ വോട്ടുകളാണ് ആ പിടിച്ചതെങ്കിൽ LDF-ന് വലിയൊരു നഷ്ടമാണ് അവിടെ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പറയാം, നിലമ്പൂരിന്റെ പോരാട്ടക്കളത്തിൽ LDF-നെ മലർത്തിയടിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത്. 8136 വോട്ടുകൾക്ക് LDF-നെ മലർത്തിയടിച്ച് എം സ്വരാജിനെ മലർത്തിയടിക്കുന്നു. ചുങ്കത്തറ കൂടി പൂർത്തിയാകുന്ന ഈ സമയത്താണിത്. ഇനി നിലമ്പൂർ നഗരസഭയാണ്. ഇനിയാണ് LDF-ന് പ്രതീക്ഷയുള്ളത്. 48,679 വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് നേടുമ്പോൾ LDF എം സ്വരാജിന് 40,593 വോട്ടുകൾ ഉയരുമ്പോൾ ഇതാ PV അൻവർ 13,000 കടന്നിരിക്കുന്നു. PV അൻവറിന്റെ കൂടുന്നു. ഓരോ പഞ്ചായത്തുകളിലും തന്റേതായ വോട്ടുകൾ നേടിക്കൊണ്ടിരിക്കുന്നു PV അൻവർ. വീട്ടിൽ ആഘോഷങ്ങൾ തുടങ്ങി കഴിഞ്ഞു. 10,000 കടന്നപ്പോഴേ അത് തുടങ്ങി. ഞങ്ങൾക്ക് വിജയിക്കണ്ട, അതെ, ഞങ്ങൾ കാണിച്ചല്ലോ ശക്തി ഉണ്ടെന്ന് കാണിച്ചു. അത് മതി. UDF-ന് ഒരു മറുപടി കൊടുത്തു. അതോടൊപ്പം തന്നെ പിണറായി സത്തിനെതിരെ ഒരു മറുപടിയാണെന്നുള്ളത് കൂടിയാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് നിരാശരായിരുന്നു PV അൻവർ. ക്രോസ് വോട്ടിംഗ് നടന്നു എന്നുള്ള തരത്തിലൊക്കെ. പക്ഷേ രാവിലത്തെ ഈ ഒരു മുന്നേറ്റം എനിക്ക് തോന്നുന്നു പുറത്ത് കാണിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ ചിലപ്പോൾ പ്രതീക്ഷിച്ചിരുന്നിരിക്കാം. ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരിക്കാം. ആവേശത്തിന്റെ പുറത്ത് 77 വോട്ട് പറഞ്ഞത് കുഴപ്പമില്ല. ഇത് നല്ലൊരു മുന്നേറ്റം തന്നെയാണ്. കാരണം 13,000-ലധികം വോട്ടുകൾ പിടിച്ചിരിക്കുന്നു. ഈ സ്വതന്ത്രൻ എന്നുള്ള നിലയ്ക്ക് PV അൻവർ ഇത്രയും നാൾ നടത്തിയ പ്രസ്താവനകൾ, ഇത്രയും നാൾ നടത്തിയ പ്രതികരണങ്ങൾ, എന്നാൽ അതൊക്കെ വലിയ അടിയാകുമെന്നൊക്കെ കുറച്ചു പേരെങ്കിലും വിചാരിച്ചിരുന്നു കാണും. അല്ലെങ്കിൽ LDF പ്രവർത്തകർ പോലും വിചാരിച്ചിരുന്നു കാണും. പിണറായിക്കെതിരെ വലിയ രീതിയിൽ ആഞ്ഞടിക്കുന്നു, ഇത്തരത്തിൽ UDF-നെതിരെ ആഞ്ഞടിക്കുന്നു. അപ്പോൾ വീണ്ടും അതായത് സ്വന്തം MLA സ്ഥാനം രാജിവെച്ച് വീണ്ടും നിലമ്പൂർ മണ്ഡലത്തിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നു. അതിലേക്ക് പിന്നെയും മത്സരിക്കുന്നു. എന്താണ് ഈ മനുഷ്യന് പറ്റിയതെന്ന് ചോദിച്ചവരുണ്ട്. ആ ചോദിച്ചവർക്കൊക്കെ ഒരു മറുപടിയാണ് സ്വന്തം നിലയിൽ നേടിയ 13,573 എന്നുള്ള വോട്ടെന്ന് പറഞ്ഞത്. അത് ഇനിയും ഉയരുമെന്നുള്ളത് തന്നെയാണ് PV അൻവറിന്റെയും PV അൻവറിനെ സംബന്ധിച്ച PV അൻവറിന്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരുടെയും അൻവറാക്കെ അമ്പുക്കാക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് നിലമ്പൂരിൽ. അവരുടെയും ഒക്കെ പ്രതീക്ഷ എന്ന് പറയുന്നതും ഇപ്പോഴും PV അൻവർ എത്തുമെന്നാണ്. നമ്മളിപ്പോൾ നിലവിലെ ലീഡ് നോക്കുമ്പോൾ 48,679 വോട്ടുകൾ നേടിയിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളതാണ്. 8,000-ലധികം വോട്ടുകൾ ലീഡുമായിട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തൊട്ടുപുറകെ എം സ്വരാജ് ഉണ്ട്. 40,593 വോട്ടുകളാണ് എം സ്വരാജ് ഇതുവരെ നേടിയത്. ചുങ്കത്തറ കൂടി ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പോത്തുകല്ലിൽ പോലും എം സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തിൽ പോലും UDF മുന്നേറ്റം നടത്തിയിരിക്കുന്നു. 400-ലധികം വോട്ടുകളാണ് പോത്തുകൽ പഞ്ചായത്തിൽ നേടിയത്. ചുങ്കത്തറ പൂർത്തിയാകുമ്പോഴും ഇപ്പോഴും ആ ഒരു ലീഡ് നിലയ്ക്ക് വലിയ മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. 8,000-ൽ എത്തി നിൽക്കുന്നു ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ. 8,000-ന് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് നില എന്നുള്ളതുകൊണ്ട് നിലമ്പൂർ നഗരസഭ തുടങ്ങുമ്പോഴാണ് LDF-ന് പ്രതീക്ഷ ഏറുന്നത്. കാരണം ഇനി അങ്ങോട്ട് എണ്ണാനുള്ളത് നിലമ്പൂർ നഗരസഭയും കരുളായും അമരമ്പലവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള പ്രതീക്ഷ ബാക്കിയുള്ള 3 പഞ്ചായത്തുകളിൽ പൂർണ്ണമായി അർപ്പിക്കുക എന്നുള്ളൊരു കടമ മാത്രമേ LDF-ന് മുമ്പിൽ ഇപ്പോഴുള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെയാണ് നിലമ്പൂരിൽ UDF-ന്റെ പടയോട്ടം. LDF ശക്തി കേന്ദ്രങ്ങളിൽ പോലും കടന്നു കയറിയത്
UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. UDFന്റെ മുന്നേറ്റം ഇതാ എല്ലായിടത്തും LDFന്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം ആ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശി ഇതാ ആര്യാടൻ ഷൗക്കത്ത് വിജയത്തിലേക്ക് പോകുന്നു. 8086 വോട്ടുകൾക്ക് നിലവിൽ മുന്നിലുണ്ട്. ഇനിയും എണ്ണാനുണ്ട് ബൂത്തുകൾ, ഇനിയും ബാക്കിയുണ്ട് ബൂത്തുകൾ. ആ ബൂത്തുകളിലേക്ക് അത് LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടേക്ക് എത്തുമ്പോൾ ഇനി മാറുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ 48,679 വോട്ടുകളാണ് UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനുള്ളതെങ്കിൽ LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് 40,593 വോട്ടുകളുണ്ട്. 13,000